കേരളത്തിലെ ഒരു പ്രശസ്തമായ ഗവൺമെന്റ് കോളേജ്. അവിടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അനഘ. അധികം മേക്കപ്പില്ലാത്ത മുഖവും ഒതുക്കി വെച്ച മുടിയും ലളിതമായ ചുരിദാറും ധരിച്ച അനഘ സഹപാഠികൾക്കിടയിൽ ഒരു അത്ഭുതമാണ്. കാണാൻ അതീവ സുന്ദരിയും. അവൾ അധികം ആരോട് സംസാരിക്കാറില്ല. അവളുടെ കണ്ണുകൾ എപ്പോഴും തിരയുന്നത് ഒരാളെ മാത്രമാണ്, പ്രൊഫസർ ഗണേഷ് നാഥ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഗൗരവക്കാരനും സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനുമായ അധ്യാപകൻ. ഗണേഷ് സാർ ക്ലാസ്സിലേക്ക് നടന്നു വരുമ്പോൾ അനഘയുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. അദ്ദേഹം ഷേക്സ്പിയറിന്റെ പ്രണയകാവ്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് തന്നോടുള്ള പ്രണയമാണെന്ന് കരുതി അവൾ അതിൽ ലയിച്ചിരിക്കും. ചന്ദ്രന്റെ കിരണം ആകാശത്ത് വീശിയടിച്ചു. അനഘ തന്റെ മുറിക്കുള്ളിലെ ജനൽ പാളി മെല്ലെ തുറന്നു. ചന്ദ്രകിരണത്താൽ അവളുടെ മുഖം തിളങ്ങി നിന്നു. അവളുടെ ചുണ്ടിൽ ഒരു മന്ദസ്ഫിതം പൊഴിഞ്ഞു. അവളുടെ ചിന്തകൾ ഇപ്പോഴും ആ കോളേജ് മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്നു. കാറ്റിന്റെ സീൽക്കാരങ്ങൾ പ്രണയ കവിതകളായി അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. പതുക്കെ തന്റെ മേശപ്പുറത്തെ ഡയറി തുറന്നു. ചിത്രരചനയിൽ അതീവ നൈപുണ്യമുള്ള അനഘ തന്റെ ഡയറിയിൽ കോറിയിട്ടിരുന്ന ഗണേഷ് നാഥന്റെ ചിത്രത്തിൽ മെല്ലെ തലോടി. അവൾ പതുക്കെ സൗന്ദര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ നോക്കി. ചന്ദ്രകിരണങ്ങൾ എന്തോ അവളോട് മന്ത്രിക്കും പോലെ അവൾക്ക് തോന്നി. സാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നു എന്നവൾ അതിൽ കുറിക്കുന്നു. പെട്ടെന്നാണ് അവളുടെ അമ്മ മുറിയിലേക്ക് വന്നത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ അമ്മയെ അറിയാതെ ഡയറി പതുക്കെ തലയിണയുടെ അടിയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഒന്നും അറിയാതെ വേറൊരു ബുക്ക് എടുത്ത് തുറന്നു നോക്കി വായിച്ചു. ഇല്ല, എനിക്ക് നാളെ എക്സാം ഉണ്ടമ്മ. എനിക്ക് തോന്നി, മുറിയില് വെട്ടം കണ്ടപ്പോ മനസ്സിലായി, അതാ ഞാൻ വന്നത്. പിന്നെ നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. ചെക്കൻ അത്യാവശ്യം നല്ല പൊസിഷനിലാണ്, കുടുംബക്കാരും കൊള്ളാം. അച്ഛൻ പറഞ്ഞു നമുക്കിതൊന്ന് ആലോചിച്ചാലോ എന്ന്. നിന്നോടൊന്ന് പറയാൻ പറഞ്ഞു. നീ എന്ത് പറയുന്നു? ഇത് കേട്ട അനഘയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ ഒരക്ഷരം മിണ്ടാതെ സ്തംഭിച്ചു നിന്നു. അനഘ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ? അച്ഛനോട് ഞാൻ എന്താ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അറിയാം എന്റെ മോളെ അച്ഛന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കില്ലാന്ന്. എന്തായാലും നീ പഠിക്ക്. നാളെ എക്സാം ഉള്ളതല്ലേ. ഞാൻ അച്ഛനോട് ഈ വിവരം പറയട്ടെ. അതും പറഞ്ഞ് അമ്മ മുറിയിൽ നിന്ന് പോയി. വീട്ടിൽ അവളുടെ വിവാഹത്തെ കുറിച്ചുള്ള സംസാരങ്ങൾ തുടങ്ങി കഴിയുമെന്നറിഞ്ഞപ്പോ അനഘയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയ അനഘയുടെ മനസ്സിൽ അവളുടെ ഉറച്ച തീരുമാനങ്ങൾ അലതല്ലുകയായിരുന്നു. കോളേജ് ലൈബ്രറിയിൽ ഗണേഷ് സാർ ഉണ്ടെന്നറിഞ്ഞ അനഘ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെന്നു. അയാളെ കണ്ടതും അവളുടെ ധൈര്യം ചോർന്നു പോകുന്നതായി തോന്നി. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടോ? നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഇറ്റു വീഴുന്നുണ്ടോ? അവളുടെ മനസ്സ് പുലമ്പിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഗണേഷ് ഗൗരവത്തിൽ ഏതോ ഒരു ബുക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അനഘ അയാളുടെ പിന്നിൽ ചെന്ന് നിന്നു. പറയൂ അനഘ, സമയം നിനക്ക് മുന്നിൽ ഇല്ല. നഷ്ടമാകാൻ പോകുന്ന നിന്റെ ജീവന്റെ പാതി ഇതാ നിന്റെ തൊട്ടരികിൽ. സമയം ഒട്ടും വൈകിപ്പിക്കരുത്. അവളുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു. ബോധത്തിൽ നിന്നുണർന്ന അനഘയുടെ ദൃഷ്ടികൾ പതിച്ചത് തന്നെ അയാളുടെ കണ്ണടക്കിടയിലൂടെ നോക്കുന്ന സാറിനെയാണ്. അവളുടെ കണ്ണുകൾക്ക് അവന്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. അവളുടെ മിഴികൾ താഴേക്ക് പതിച്ചു. ഹലോ, എന്താ അനഘ? ഇവിടെ താൻ ഭൂമിയിലെ സ്വർഗത്തിലോ? അഗാധമായ ചിന്തയിലാണല്ലോ, ഗണേഷ് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് സാറിനോട് ചിലത് പറയാനുണ്ട്. അനഘ വിക്കി മറുപടി പറഞ്ഞു. തന്റെ കണ്ണട താഴ്ത്തി അവളെ ഗൗരവത്തോടെ നോക്കി. എന്താ അനഘ, പഠനകാര്യമാണോ? എനി ഡൗട്ട്? അദ്ദേഹത്തിന്റെ ആ ചോദ്യം അവളുടെ പ്രണയത്തെ തടഞ്ഞു നിർത്തി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അനഘയുടെ ഉള്ളിലെ പ്രണയമഴ പുറത്തേക്ക് പെയ്യാൻ അദ്ദേഹത്തിന്റെ ആ ഗൗരവം അനുവദിച്ചില്ല. ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകുന്നു. അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു. തുടർന്ന് ബുക്ക് റെഫർ ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾ ഓരോ ഇതളം കൊഴിക്കുമ്പോൾ ആ ദിനം വന്നെത്തി. അനഘയുടെ വീട്ടിലെ അടുക്കളയിൽ സ്ത്രീജനങ്ങളുടെ വർത്തമാനങ്ങളും ചിരികളും കൊണ്ട് നിറഞ്ഞു. എന്നാൽ അനഘയുടെ മനസ്സ് ഗണേഷ് നാഥിന്റെ പ്രണയത്തിൽ അകപ്പെട്ട് വേദനിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിയന്ത്രണാതീതമായി ഒഴുകി. പെട്ടെന്ന് കതകിൽ തട്ടുകേട്ട് അനഘ കണ്ണുകൾ തുടച്ചു. കതക് തുറന്ന വാതിൽക്കൽ അമ്മായി ലളിത നിൽപ്പുണ്ടായിരുന്നു. എന്താ കുട്ടിയെ, ഒരുക്കം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ എന്റെ കുട്ടി സുന്ദരിയാ. അവർ ഉമ്മറത്തെത്തി. കുട്ടി വരൂ, അച്ഛൻ തിരക്കുന്നുണ്ട്. ദാ വരുന്നമ്മായി. അവൾ അവരോടൊപ്പം പോയി.
അനഘയുടെ വീട്ടിലേക്ക് ശരത്ചന്ദ്രനും കുടുംബവും എത്തി. നഗരത്തിലെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ അവകാശിയാണ് ശരത്. സുമുഖനും ശാന്തനുമായ ശരത്തിന് അനഘയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നാൽ വിവാഹം ഉറപ്പിക്കുമ്പോൾ അനഘ ഒരു യന്ത്രത്തെ പോലെ നിശബ്ദയായിരുന്നു. അവളുടെ മനസ്സ് അപ്പോഴും കോളേജ് ഇടനാഴികളിലെ ഗണേഷ് സാറിന്റെ ചുവടുകൾ തിരയുകയായിരുന്നു. വീട്ടുകാരുടെ സന്തോഷത്തിനു മുന്നിൽ അവൾക്ക് നോ എന്ന് പറയാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വിവാഹൊരുക്കങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അനഘ മുറിയിൽ ആകെ വിഷമിച്ചു നിൽക്കവേ അവളുടെ മനസ്സ് മന്ത്രിച്ചു. ഇനി താമസിച്ച എന്നേക്കുമായി തന്റെ പ്രാണൻ കൈവിട്ടു പോകും. വേഗം അവൾ ചുരിദാർ ധരിച്ച് സ്കൂട്ടിയുടെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നീ എവിടേക്കാനു? അച്ഛൻ തിരക്കി. അച്ഛാ, എന്റെ 1-2 കൂട്ടുകാരികളെ കല്യാണം വിളിക്കണം. ചെന്ന് വിളിച്ചാലേ വരുമെന്ന വാശിയില അവർ. ശരി, എന്നാ മോള് പോയിട്ട് വാ. അവൾ വേഗം ഗണേഷ് നാഥന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നത് ഗണേഷ് നാഥൻ തന്നെയായിരുന്നു. അല്ല, ഇതാരെ? അനഘയോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ തന്നെ. കല്യാണം ഇവിടെയൊക്കെ തുടങ്ങിയോ? വാ വാ, കേറി വാ. അമ്മ ഇവിടെ ഇല്ലടോ. അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയി. എനിവേ, താൻ വന്ന കാര്യം പറ. കല്യാണം വിളിക്കാൻ വന്നതല്ലേ? അവൾ വീടിനുള്ളിലേക്ക് കയറി സോഫയിലിരുന്നു. ചായ എടുക്കാന്ന് വിചാരിച്ച്. എനിക്കത്ര ടേസ്റ്റിന് ചായ ഇടാനൊന്നും അറിയത്തില്ല. എന്തായാലും നീ ആദ്യമായി വീട്ടിൽ വന്നല്ലേ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ തരേണ്ടതുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം. താ ഇവിടെ ഇരിക്കേ. ഇനി വേണ്ട സാർ, എനിക്ക് പറയൂ. തനിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അന്ന് ലൈബ്രറിയിൽ വെച്ച് എനിക്ക് തോന്നി. എന്തായാലും പറഞ്ഞോളൂ. എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? വിവാഹത്തിന് എന്തെങ്കിലും പണപരമായ ബുദ്ധിമുട്ടോ അങ്ങനെ? ഒന്ന് നിർത്തുന്നുണ്ടോ സാർ? എനിക്ക് സാറിനെ ഇഷ്ടമാ. സാറിനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. പലവട്ടം പറയാനായി ഞാൻ തുടങ്ങിയതാ. പക്ഷേ എനിക്കെന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും എന്നെനിക്ക് തോന്നി. സാറിന്റെ ജീവിതത്തിൽ ഞാനും കൂടി വന്നോട്ടെ. ഇത് കേട്ട് ഗണേഷ് നാഥ് നിശ്ചലനായി നിന്നു. അയാൾക്ക് എന്ത് പറയണമെന്ന് ഒരു നിശ്ചയം ഇല്ലായിരുന്നു. ആ കണ്ണുകളിലും പ്രണയം ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് അനഘയ്ക്ക് തോന്നാതിരുന്നില്ല. പെട്ടെന്ന് യഥാർത്ഥത്തിലൂടെ തിരിച്ചു വന്ന ഗണേഷ് നാഥ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തന്നോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെയും തോന്നിയിട്ടില്ല. ഇയാൾ എന്നെ നല്ലൊരു വിദ്യാർത്ഥിനി മാത്രമാണ്. എന്നെക്കാളും സമ്പത്തും സൗന്ദര്യവും കഴിവുമുള്ള ഒരാളാണ് നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചു തന്നത്. ഇതാ നോക്കൂ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ കല്യാണത്തിനുള്ളൂ. ആരെയും വിഷമിപ്പിക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക് എത്താൻ പോകണം. ഒരു കൂടപ്പിറപ്പെന്ന നിലയിൽ എന്റെ സ്നേഹവും സഹായവും എന്നും ഉണ്ടാകും. ഗണേഷ് നാഥന്റെ വാക്കുകൾ അസ്ത്രം പോലെ അനഘയുടെ നെഞ്ചിൽ തറച്ചു കയറി. അവൾ വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ കാഴ്ച വേദനയോടെ ആ അധ്യാപകൻ നോക്കി നിന്നു. അനഘയുടെയും ശരത്ചന്ദ്രന്റെയും വിവാഹം നടക്കുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ കല്യാണ മണ്ഡപം. ശരത്ത് അവളുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ മനസ്സിൽ അപ്പോഴും ഗണേഷ് സാറിന്റെ മുഖമായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ശരത്ത് അവളുടെ കയ്യിൽ പിടിച്ചു. ആ സ്പർശനം അവളിൽ വിറയലുണ്ടാക്കി. മറ്റൊരുത്തന്റെ താലി കഴുത്തിൽ അണിഞ്ഞപ്പോഴും അവളുടെ മനസ്സിന്റെ താളം ഗണേഷ് നാഥനിൽ ഉറച്ചു തന്നെ നിന്നു. ശരത്തിനെ തന്റെ ഭർത്താവായി അംഗീകരിക്കാൻ അവളുടെ മനസ്സ് ഒട്ടും തന്നെ പക്വത നേടിയിട്ടുണ്ടായിരുന്നില്ല. ആ താലി അവൾക്ക് കഴുത്തിൽ മുറുക്കിയ ഒരു കയർ പോലെ തോന്നി. അവളുടെ ഭർത്താവായ ശരത്തിനെ ഒരു കൊലയാളിയായും അവളുടെ മനസ്സ് അവനെ വെറുത്തുകൊണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് ശരത്തിന്റെ വലിയ വീട്ടിലേക്ക് അനഘ വലതുകാൽ വെച്ച് കയറുന്നു. വിളക്ക് കത്തിക്കുമ്പോഴും അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരത്തിന്റെ അമ്മ പ്രഭ അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. എന്നാൽ ആ വീട്ടിലെ ആഡംബരങ്ങൾക്കിടയിൽ അനഘ ശ്വാസം മുട്ടുകയായിരുന്നു. അവളുടെ മുറിയിലെ ജനാലയിലൂടെ നോക്കുമ്പോൾ അകലെ കാണുന്ന കോളേജ് കെട്ടിടം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോ? അവൾ സ്വയം ചോദിച്ചു. മുറിയിലേക്ക് ശരത്താണ് പാൽ ഗ്ലാസുമായി വന്നത്. അനഘ അപ്പോൾ ജനാലയിലേക്ക് പുറത്ത് വിദൂരതയിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയായിരുന്നു. ശരത്തൊന്ന് മുരടനക്കി. അനഘ തിരിഞ്ഞു നോക്കി. ഏയ്, പേടിക്കണ്ട, ഞാനാ. എല്ലാ ആദ്യരാത്രികളിലും സ്ത്രീ കഥാപാത്രമാണല്ലോ പാൽ ഗ്ലാസുമായി വരുന്നത്. ഇവിടെ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് കരുതി. എന്തു തോന്നുന്നു എന്റെ ശ്രീമതിക്ക്? അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ എന്തിനാണോ കരയുന്നേ? ഓ സോറി, വീട് വിട്ട് വന്നതിന്റെ സങ്കടമല്ലേ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോകാം. നമുക്ക് പഴയ രീതികളെല്ലാം മാറ്റി പിടിക്കാം. തനിക്ക് എന്തും എന്നോട് തുറന്നു പറയാം, എന്ത് വിഷമമുണ്ടെങ്കിലും. അവൻ അവളുടെ അടുത്ത് ചെന്നു. അനഘ, എന്താ ആലോചിക്കുന്നത്? അവൻ അവളുടെ തോളിൽ കൈവച്ചു. അനഘ പെട്ടെന്ന് ഞെട്ടിമാറി.
എന്നെ തുടരുത്. അവളുടെ ആക്രോശം ശരത്തിനെ വിറപ്പിച്ചു കളഞ്ഞു. അവൻ ശാന്തനായി നിന്നു. എന്താ എന്താ പറ്റിയത്? അവൻ ചോദിച്ചു. എൻ്റെ ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് മറ്റൊരിടത്താണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അനഘയുടെ ആ വെളിപ്പെടുത്തൽ ശരത്തിന്റെ ഹൃദയം തകർത്തു. അവളുടെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് അവന് കൃത്യമായി ബോധ്യപ്പെട്ടു. എന്നാൽ അവൻ ഒന്നും തന്നെ അവളോട് ചോദിച്ചില്ല. താനൊന്ന് വിശ്രമിക്ക്, തനിക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നോളൂ. ഞാൻ എന്തായാലും തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടെ വിഷമിപ്പിക്കണ്ട. ഫ്രഷായി കിടന്നുറങ്ങിക്കോളൂ. ശരത്ത് രാത്രി മുഴുവൻ ഉറങ്ങാതെ മുറിയിലുള്ള സോഫയിൽ കയറി കിടന്നു. പിറ്റേന്ന് രാവിലെ അവൻ അനഘയോട് പറഞ്ഞു, നിന്റെ പഠനം പാതി വഴിയിൽ നിർത്തണ്ട, നിനക്ക് കോളേജിൽ പോകാം, ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിടാം. അനഘയ്ക്ക് അത് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി. അവൾക്ക് ഗണേഷ് സാറിനെ വീണ്ടും കാണാലോ എന്നതായിരുന്നു ആ സന്തോഷത്തിന് കാരണം. ശരത്ത് അവളെ കോളേജിൽ കൊണ്ടുവിടുമ്പോൾ അവൾ ഒരു വാക്ക് പോലും അവനോട് സംസാരിച്ചില്ല. കോളേജ് വരാന്തയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും അനഘയുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഗണേഷ് സാർ കയറി വന്നപ്പോൾ അനഘയുടെ കണ്ണുകൾ അദ്ദേഹത്തിൽ തറങ്ങി നിന്നു. അദ്ദേഹം അവളെ നോക്കിയെങ്കിലും ആ നോട്ടത്തിൽ ഒരു ദൂരമുണ്ടായിരുന്നു. അദ്ദേഹം പാഠഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അനഘ പഴയതുപോലെ നോട്ട്ബുക്കിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത്തവണ ആ പേരിന് താഴെ അവൾ തന്റെ വിവാഹ തീയതി കൂടി കുറിച്ചു. എന്നാൽ ഗണേഷ് പാടെ അവളെ അവഗണിച്ചു. വൈകുന്നേരം അനഘയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശരത്ത് കോളേജിലെത്തുന്നു. അവൻ ഗണേഷ് സാറിന്റെ ക്യാബിനിൽ കയറി. സർ, ഞാൻ അനഘയുടെ ഭർത്താവാണ്. ശരത്ത് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം അവനെ ആദരവോടെ സ്വീകരിച്ചു. ഇരുവരും ബിസിനസിനെ കുറിച്ചും അക്കാദമിക് കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പുറത്തു നിൽക്കുന്ന അനഘ ഇത് കണ്ട് അസ്വസ്ഥയായി. തന്റെ പ്രണയവും തന്റെ ഭർത്താവും സുഹൃത്തുക്കളാകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ അനഘ ശരത്തിനോട് തട്ടിക്കയറി. നിങ്ങൾ എന്തിനാ ഗണേഷ് സാറിനെ പോയി കണ്ടത്? നിങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോലും ചെല്ലരുത്. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾ ഇനി ആരോട് എന്തൊക്കെ പോയി പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറില്ല. ഈ വിവാഹം എനിക്കൊരു തടവറ പോലെയാണ്. എനിക്കിതിൽ നിന്ന് ഒരു മോചനം കിട്ടിയേ പറ്റൂ. അതെ, ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനുമാണ്. ഞാൻ ഒരു കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞില്ല, കാഷ്വലായി സംസാരിച്ചു. ഇനി എന്തായാലും നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. ശരത്ത് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങളൊന്ന് പുറത്തു പോകോ, എനിക്കത് ഫ്രഷ് ആകണം. ഓ സോറി. അവൻ വിഷമത്തോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കണ്ണുകൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അവനത് മറച്ചു വെച്ചു. മുറിക്കുള്ളിൽ അനഘ പഴയ ഡയറി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് നിവർത്തി ഗണേഷിന്റെ ചിത്രത്തിൽ തലോടി. അവൾ ആർത്തു കരഞ്ഞു. അവിടെ കരച്ചിൽ മുറിക്ക് പുറത്തു നിന്ന ശരത്തിന് കേൾക്കാമായിരുന്നു. അവന്റെ മനസ്സ് നീറി പുകഞ്ഞു. അനഘ കോളേജിൽ പോയ സമയം ശരത്ത് മുറി അടുക്കുന്നതിനിടയിൽ അവിചാരിതമായി അനഘയുടെ പഴയ ഡയറി കണ്ടെത്തുന്നു. കൗതുകത്തോടെ തുറന്ന അവന് മുന്നിൽ തെളിഞ്ഞത് ഗണേഷ് സാറിനോടുള്ള അവളുടെ പ്രണയമായിരുന്നു. സാർ, എൻ്റെ ശ്വാസം നിങ്ങളുടേതാണ്. ഈ താലി വെറുമൊരു ചങ്ങല മാത്രം. ഇത് വായിച്ച് ശരത്ത് തകർന്നുപോയി. തന്നെ സ്നേഹിക്കാൻ കഴിയാത്തവളല്ല അവൾ, പകരം മറ്റൊരാളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവളാണെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ശരത്ത് ആരോടും പറയാതെ ഗണേഷ് സാറിനെ കാണുന്നു. മാധവൻ സാറിന്റെ ക്യാബിനിൽ വെച്ച് ശരത്ത് ആ ഡയറി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. സാർ, എൻ്റെ ഭാര്യ നിങ്ങളെ പ്രണയിക്കുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നു? ഗണേഷ് സാർ സ്തംഭിച്ചുപോയി. എല്ലാം ശരിയാവുമെന്ന് കരുതിയിരുന്ന ഞാൻ വെറും വിഡ്ഢിയായി. സാർ, അവളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളാണ്. കല്യാണത്തിന് മുന്നേ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വയം ഒഴിഞ്ഞു പോയേനെ. ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ അമ്മ, എൻ്റെ കുടുംബക്കാർ, അച്ഛൻ, അവരുടെയൊക്കെ മുഖത്തെ ഇപ്പോഴത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല. സാറിനും ഇതറിയാമായിരുന്നു. ശരത്ത് വളരെ വിഷമത്തോടെയാണ് സാറിനോട് സംസാരിച്ചത്. കല്യാണക്കുറി തരാൻ അവൾ വീട്ടിൽ വന്നിരുന്നു. അന്നാണ് ഞാൻ അറിയുന്നത് എന്നോട് ഇഷ്ടമാണെന്ന്. എന്നാൽ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ അവളെ പറഞ്ഞ് ഉപദേശിച്ചിരുന്നു. പിന്നീടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കുട്ടിയായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ഇത്രയും സങ്കടം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കില്ല. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ അനഘ കാണുന്നത് തൻ്റെ ഡയറി ശരത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. ശരത്ത് ശാന്തനായി ചോദിച്ചു, എന്തിനാണ് എന്നെ ചതിച്ചത്? അനഘ, ഗണേഷ് സാറിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അനഘ പൊട്ടിത്തെറിച്ചു. അതെ, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഈ താലി നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയതാവാം, പക്ഷേ
ആത്മാവ് അദ്ദേഹത്തിൻ്റെതാണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ സ്നേഹം അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. പിന്നെ വീട്ടുകാരുടെ സന്തോഷം എനിക്ക് കെടുത്താൻ തോന്നിയില്ല, അതുകൊണ്ട് സമ്മതിച്ചതാണ്. വിവാഹം കഴിയുമ്പോൾ എന്നെ മനസ്സിൽ ഞാൻ പാകപ്പെടുത്തി എടുക്കാമെന്ന് കരുതി. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ശരത്ത് കയ്യിലിരുന്ന താലിച്ചരട് നോക്കി നിന്നു. ഒരു വശത്ത് കണ്ണീരോടെ നിൽക്കുന്ന അനഘയും മറുവശത്ത് നിസ്സഹായനായ ശരത്തും. ഈ താലിക്ക് ഒരു വിലയുമില്ലെങ്കിൽ ഇതെന്തിനു നീ കഴുത്തിലണിയണം? അവൻ ചോദിച്ചു. അനഘ തന്റെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിക്കാൻ നോക്കി. പക്ഷേ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിലെ കുറ്റബോധം അവളെ തടഞ്ഞു. പിറ്റേന്ന് അനഘ രണ്ടും കൽപ്പിച്ച് മാധവൻ സാറിനെ കാണാൻ ചെന്നു. അയാൾ ഒരു മരത്തണലിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്. അനഘ അങ്ങോട്ടേക്ക് ചെന്നു. സാർ, എല്ലാം ശരത്തറിഞ്ഞു. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അയാൾ അവളെ കടുപ്പത്തിൽ ശകാരിച്ചു. അനഘ, നീ ചെയ്യുന്നത് പാപമാണ്. ഒരു നല്ല മനുഷ്യന്റെ ജീവിതമാണ് നീ തകർക്കുന്നത്. നീ എൻ്റെ വിദ്യാർത്ഥിനി മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഇനിയും ഇവിടെ വന്നാ ഞാൻ ഈ നാട് വിട്ടു പോകും. ഗണേഷിന്റെ വാക്കുകൾ ഒരു അമ്പ് പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു. എന്റെ പ്രണയം സത്യമാണ്. എനിക്ക് ഭർത്താവിന്റെ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. പ്ലീസ് എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അധ്യാപകൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. അനഘയുടെ ആ കണ്ണീരിന് ആ മരം മാത്രം സാക്ഷിയായി. വീട്ടിൽ തിരിച്ചെത്തിയ അനഘ കാണുന്നത് ശരത്ത് തന്റെ വസ്ത്രങ്ങൾ ബാഗിലാക്കുന്നതാണ്. അനഘ, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷെ ഓർക്കുക, സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ശരത്ത് മുറി വിട്ടിറങ്ങി മറ്റൊരു മുറിയിലേക്ക് താമസം മാറി. ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരും രണ്ട് അപരിചിതരെ പോലെയായി. അമ്മയോടും അച്ഛനോടും ശരത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുറച്ച് സമയമെടുക്കാൻ അവർ ഉപദേശിച്ചു. അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് മാറിയത്. അവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെയായി. എന്നാൽ ശരത്തിന്റെ ഈ പെരുമാറ്റം എവിടെയോ ഒരു സങ്കടത്തിന്റെ വിത്ത് പാകിയിരുന്നു അനഘയുടെ മനസ്സിൽ. ഒന്നുമില്ലെങ്കിലും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി താൻ ഭാര്യയാണെന്നുള്ള ബോധം ഉളവാക്കുന്നുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആണെങ്കിലും അവന്റെ കാര്യങ്ങൾ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഭക്ഷണം വിളമ്പി തരാനും വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാനും എല്ലാം. ചെറിയ രീതിയിലെങ്കിലും അതെല്ലാം അനഘ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അനഘ കോളേജിലെത്തുമ്പോൾ അറിയുന്നത് ഗണേഷ് സാർ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ ക്യാബിൻ പൂട്ടിക്കിടക്കുന്നത് കണ്ട് അവൾ തകർന്നുപോയി. താൻ പ്രണയിച്ച വ്യക്തി തന്നെ വെറുക്കുന്നു എന്ന തിരിച്ചറിവ് അവളെ വേട്ടയാടി. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ശരത്ത് അവളോടൊരു വാക്ക് പോലും സംസാരിക്കാതെ തന്റെ ജോലികളിൽ മുഴുകിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഒരു വലിയ വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിലും അവിടെ മൗനം മാത്രം നിറഞ്ഞു നിന്നു. അന്ന് രാത്രി അനഘയുടെ മുറിയുടെ വാതിലിൽ ശരത്തെത്തി. അവന് അർജന്റായി ഒരു മെയിൽ അയക്കാനുള്ള ഫയൽ അനഘയുടെ മുറിയിലായിരുന്നു. അവൻ വാതിൽ മുട്ടി. തിരിച്ചൊരനക്കവും ഇല്ലാതിരുന്നു. വാതിൽ തള്ളി നോക്കിയപ്പോൾ തുറന്നു കിടക്കുന്നു. അവൻ അകത്തേക്ക് കയറി. അവിടെ അനഘ വിറച്ച് പിച്ചും പേയും പറഞ്ഞു കിടക്കുകയായിരുന്നു. ശരത്തോടി അവളുടെ അരികിലെത്തി. അനഘ, കണ്ണു തുറക്ക്. എന്താ നിനക്ക്? അവന്റെ കൈ അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു. അവൾക്കുള്ള പനിയുടെ കാഠിന്യം അവൻ തിരിച്ചറിഞ്ഞു. സ്വബോധത്തിൽ അവൾ ശരത്തിന്റെ കൈകൾ മുറുക്കി പിടിച്ചു. തന്റെ നെഞ്ചോട് ചേർത്തു. എന്നെ വിട്ടിട്ട് പോകലേ ശരത്തേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്നറിഞ്ഞ ശരത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ ഒട്ടും വൈകിപ്പിക്കാതെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ അവൻ അവളുടെ അരികിലിരുന്നു. മരുന്നും ഭക്ഷണവും നൽകി അവളെ ശുശ്രൂഷിച്ചു. പനി മാറി കണ്ണു തുറന്ന അനഘ കാണുന്നത് തന്റെ കൈകൾ മുറുകെ പിടിച്ചുറങ്ങുന്ന തന്റെ ഭർത്താവ് ശരത്തിനെയാണ്. തന്റെ പ്രണയത്തിനായി താൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ഈ മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹം അവൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേർക്കും ഇടയിലുള്ള വെറുപ്പിന്റെ അകലം കുറഞ്ഞു വന്നു. ഒരു ദിവസം പതിവ് പോലെ, അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വാ, സമയം ഒരുപാടായി. ഇത് കേട്ടിട്ടും കേട്ട ഭാവം അമ്മ നടിച്ചില്ല. അവർ തമ്മിൽ അടുക്കാനുള്ള സകല സാഹചര്യങ്ങളും അമ്മയും അച്ഛനും ഒരുക്കിക്കൊണ്ടേയിരുന്നു. മേശയ്ക്ക് മുന്നിൽ കാത്തിരുന്ന ശരത്തിന്റെ മുന്നിൽ അനഘ ബ്രേക്ക്ഫാസ്റ്റുമായി വന്നു. അവൻ പ്ലേറ്റ് എടുത്ത് മിണ്ടാതെ വിളമ്പാൻ തുടങ്ങിയപ്പോൾ അനഘ തന്നെ അവന് വിളമ്പി കൊടുത്തു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ശരത്തിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൻ സാമ്പാർ എടുക്കാനായി സ്പൂണിൽ പിടിച്ചതും അനഘയുടെ കൈകളും ആ ഭാഗത്തോട്ട് ചലിച്ചതും ഒരുമിച്ചായിരുന്നു. അനഘയുടെ കയ്യിൽ ശരത്ത് സ്പർശിച്ചപ്പോൾ അനഘയുടെ മുഖത്ത് ഒരു പൂർണ്ണചന്ദ്രൻ തെളിയുന്ന പോലെയായിരുന്നു. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി. അച്ഛന്റെ ശബ്ദം കേട്ടാണ് അവർ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൈ കഴുകാനായി പോയി. ശരത്തിന്റെ പിന്നാലെ അവളും ചെന്നു. അവനെ കൈ തോർത്താൻ ടവൽ എടുത്തു കൊടുത്തു. ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യുകയും ബാഗെല്ലാം റെഡിയാക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്തു. മറന്നുപോയ തന്റെ പദവികൾ ഓരോന്നോരോന്നായി അവൾ നേടിയെടുത്തു.
ഗണേഷ് സാർ അനഘയ്ക്ക് ഒരു കത്തയക്കുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു: അനഘ, അധ്യാപകൻ എന്നത് ഒരു വിളക്കാണ്. അത് നിനക്ക് വഴി തെളിയിക്കാനാണ്. പക്ഷേ നീ ആ വിളക്കിനെ പ്രണയിക്കാൻ ശ്രമിച്ചു. ശരത്ത് നിനക്കായി കരുതി വെച്ചിരിക്കുന്ന സ്നേഹം ലോകത്ത് എവിടെയും കിട്ടില്ല. അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ കത്ത് അനഘയുടെ കണ്ണു തുറപ്പിച്ചു. താൻ ഇത്രയും കാലം കൊണ്ടു നടന്നത് പ്രണയമല്ല, വെറും ആരാധന മാത്രമായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. അനഘ ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശരത്തേട്ടാ, എനിക്ക് മാപ്പ് നൽകുമോ? ഞാൻ കണ്ടത് വെറും സ്വപ്നങ്ങളായിരുന്നു. യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അനഘ, സ്നേഹം നിർബന്ധിച്ചുണ്ടാക്കേണ്ട ഒന്നല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് എന്നെ സ്നേഹിക്കാൻ സമയം വേണമെങ്കിൽ എടുത്തോളൂ. ശരത്തിന്റെ ആ വലിയ മനസ്സ് അനഘയെ വിസ്മയിപ്പിച്ചു. അനഘയും ശരത്തും ഒരുമിച്ച് ഗണേഷ് സാറിനെ കാണാൻ പോകുന്നു. ഗണേഷ് സാർ അവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. അനഘ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് അനുഗ്രഹം വാങ്ങി. സാർ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എനിക്ക് തന്ന ഏറ്റവും വലിയ പാഠം പ്രണയവും ആരാധനയും ഞാൻ തിരിച്ചറിയുന്നു, അവൾ പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. വീട്ടിലെത്തിയ ശേഷം ശരത്ത് താലി മഞ്ഞനൂലിൽ നിന്ന് മാറ്റി സ്വർണ്ണമാലയിലാക്കി അനഘയുടെ കഴുത്തിൽ അണിയിച്ചു. പണ്ട് ഭാരമായി തോന്നിയ ആ നൂലിപ്പോൾ അവൾക്ക് സുരക്ഷിതത്വത്തിന്റെ അടയാളമായി മാറി. ശരത്തിനോടൊപ്പം അവൾ ആദ്യമായി ഒരു യാത്ര പോയി. അവർക്കിടയിലുണ്ടായിരുന്ന മൗനത്തിന്റെ മതിൽക്കെട്ടുകൾ അലിഞ്ഞില്ലാതായി. അനഘയുടെ ചിരി ആ വീട്ടിൽ വീണ്ടും മുഴങ്ങി തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അനഘ ഇപ്പോൾ ഒരു കോളേജ് പ്രൊഫസറാണ്. ഗണേഷ് സാറിനെ പോലെ ഗൗരവകാരിയായ എന്നാൽ സ്നേഹനിധിയായ അധ്യാപിക. അവൾ തന്റെ വിദ്യാർത്ഥികളോട് പറയും: പ്രണയം ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല, രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. കോളേജ് വിട്ടിറങ്ങുമ്പോൾ കാറുമായി കാത്തു നിൽക്കുന്ന ശരത്തിനടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. അവളുടെ കഴുത്തിലെ താലി വെയിലിൽ തിളങ്ങുന്നുണ്ടായിരുന്നു, ഒരു പഴയ ചിത്രം പോലെ. പക്ഷേ ഇത്തവണ അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.